മെഡിക്കലിന് കയറി. എക്സ്റേ എടുത്തപ്പോൾ എന്നോട് ആ കൂടെ നിന്ന് ആ സ്റ്റാഫ് പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കൽ, എക്സ്റേയിൽ വേരിയേഷൻ വരും, റിജക്റ്റ് ആവുകയുള്ളൂ എന്ന്. അപ്പം അതിൻ്റെ തലേദിവസം ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അവരോട് പറഞ്ഞു നോക്ക്, വിധി ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതും കൂടെ ആയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടത്തിലായി. ഞാൻ മാതാവിനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കാശി രൂപം പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാണ് ഞാൻ കാറിൽ പോയത്. അവിടെ ചെന്നു, മെഡിക്കൽ കഴിഞ്ഞു, ഉറപ്പായി മെഡിക്കൽ കിട്ടി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ആദ്യം തന്നെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നന്ദന, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. 26/5/26 ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടെ വരാൻ പറ്റി. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. വർഷങ്ങളായിട്ട് 3 വർഷമായി ഞാനിപ്പം അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കടങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയാൽ മാത്രമേ എൻ്റെ കുടുംബം എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു. പക്ഷേ ഓഫർ ലെറ്റർ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഓഫർ ലെറ്റർ വന്നു. പക്ഷേ അതിൽ ഒരുപാട് താമസങ്ങളായി. 1 മാസം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പിന്നെ മാതാവിനോട് അത് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്താണ്, എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് കഴിയാറായി, അതിനു മുമ്പേ എനിക്ക് ചെന്നാൽ മാത്രമേ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ, ഇനിയും പൈസ അടയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പെട്ടെന്ന് തന്നെ ഏജൻറ്റ് വന്ന് മെസ്സേജ് അയച്ചു, ഒരു ദിവസം കോട്രാബായിക്ക് അപ്ലൈ ചെയ്യണം, പൈസ വേണമെന്ന്. പൈസയൊന്നുമില്ല. പക്ഷേ എവിടുന്നോ ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു, വീട്ടിൽ സംസാരിച്ചു, അവർ പൈസ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കോട്രാബായി അപ്ലൈ ചെയ്തു. താമസം എടുക്കുമെന്ന് പറഞ്ഞു, ഓൺലൈൻ വഴി ആയതുകൊണ്ട്. പക്ഷേ 2 മാസം എന്നുള്ളത് 1 മാസം കൊണ്ട് എനിക്ക് കോട്രാബായിയുടെ റിസൾട്ട് കിട്ടി. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അറ്റസ്റ്റേഷൻ അപ്ലൈ ചെയ്യണം, കോളേജിൽ നിന്ന് പേപ്പറുകൾ വാങ്ങണം, കോളേജിൽ പോകണമെങ്കിലും താമസമാവും, വേഗം തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പോയി പേപ്പർ വാങ്ങാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് മെസ്സേജ് അയച്ചു, കൂടെ ഉള്ളവരോട് പറഞ്ഞു, അവിടുത്തെ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. എനിക്ക് അവിടുന്ന് ആദ്യം തന്നെ കൊറിയർ അയച്ചു തന്നു എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ അറ്റസ്റ്റേഷൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും വന്നു. എല്ലാം ഓരോ ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥന കൂടിയതിന് ശേഷം മാത്രമാണ് എനിക്ക് എല്ലാത്തിനും, അതും ഉച്ച കഴിഞ്ഞ് മാത്രമാണ് എനിക്ക് എല്ലാത്തിൻ്റെയും മറുപടികൾ ഏജൻറ്റ് തരാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടിയതിന് ശേഷം മാത്രമാണ് എനിക്കിതിൻ്റെ എല്ലാം മറുപടികളും റിസൾട്ടുകളും തരാൻ തുടങ്ങിയത്. അങ്ങനെ എന്നോട് പറഞ്ഞു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഒരു മറുപടിയില്ല. പുള്ളി പറയുന്നു 2 ആഴ്ച എടുക്കേണ്ട, ഇതുവരെ ഒന്നും വരുന്നില്ല നന്ദന എന്ന് പറഞ്ഞു. അങ്ങനെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടങ്ങളായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഈ ചൊവ്വാഴ്ച അമ്മയുടെ ധ്യാനം കൂടിക്കഴിയുമ്പോൾ ആദ്യ ചൊവ്വാഴ്ച എനിക്ക് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആ ചൊവ്വാഴ്ച ഒരു 3 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പേപ്പർ അയച്ചതിൽ ഒരു വാക്കിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടെ അയക്കണം, റിജക്റ്റ് ആയി നന്ദന എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും മാതാവിന് ഇഷ്ടമെന്തോ അത് തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമതും പിന്നെ അത് വേറൊരു വാക്കിനാലും എന്തോ ഒരു ഇതിൽ ഒന്ന് റിജക്റ്റായി. അങ്ങനെ എല്ലാം ദിവസങ്ങളിലുള്ളിലെല്ലാം എനിക്ക് ആ റിജക്ഷൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കറിയില്ല എന്താ ഞാൻ ഇനി ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നിടയിൽ മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അതെൻ്റെ വീട്ടിലുള്ളവരെല്ലാം വിളിച്ച് കാണിച്ചു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ പ്രാർത്ഥിക്കുന്നതിന് മാതാവ് കൂടെ ഉണ്ടെന്ന്. അത് അറിഞ്ഞു 3-ാമത്തെ ദിവസം ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, നന്ദന വിസ വന്നിട്ടുണ്ട്, മെഡിക്കലിന് എടുക്കാം. അങ്ങനെ മെഡിക്കലിന് ഡേറ്റ് എടുത്തു. അത്രയും ദിവസം ഇല്ലാത്ത പനി, എവിടുന്നോ പനിയും ശ്വാസം മുട്ടലുകളുമായി. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തൈലം യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ മെഡിക്കലിൻ്റെ ഡേറ്റ് എടുത്തു. എറണാകുളത്ത് മെഡിക്കലിൽ പോകാൻ നേരം ഒട്ടും വയ്യ, ഞാൻ തളർന്നു പോയി, എനിക്ക് ഒട്ടും വയ്യ. ഓൾറെഡി എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ട്. അപ്പം ഞാൻ അതിന് ഓൾറെഡി മാതാവിനോട് ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ വയ്യാതായി. മെഡിക്കലിന് കയറി, എക്സ്റേ
എക്സ്റേ എടുത്തപ്പോൾ എന്നോട് ആ കൂടെ നിന്ന് ആ സ്റ്റാഫ് പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കൽ, എക്സ്റേയിൽ വേരിയേഷൻ വരും, റിജക്റ്റ് ആവുകയുള്ളൂ എന്ന്. അപ്പം അതിന് തലേദിവസം ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അവരോട് പറഞ്ഞു നോക്ക്, വിധി ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതും കൂടെ ആയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടത്തിലായി. ഞാൻ മാതാവിനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കാശി രൂപം പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാണ് ഞാൻ കാറിൽ പോയത്. അവിടെ ചെന്നു, മെഡിക്കൽ കഴിഞ്ഞു, ഉറപ്പായി മെഡിക്കൽ കിട്ടത്തില്ല എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മെറിറ്റിൽ ഇനി എനിക്ക് ഒന്നും കിട്ടത്തില്ല, അമ്മയുടെ കൃപയാൽ മാത്രമേ എനിക്കിനിയും മെഡിക്കൽ പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ച 2 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, അച്ഛൻ പോയി റിസൾട്ട് വാങ്ങിച്ചോ, ഞാൻ തോറ്റു പോവും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോള് പേടിക്കണ്ട, മാതാവുണ്ടല്ലോ, മോളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. 2 മണിക്ക് റിസൾട്ട് വാങ്ങാൻ ഞങ്ങൾ 1:30 കഴിഞ്ഞപ്പോൾ കയറി ചെന്നു. അച്ഛനും അമ്മയും അവർ പറഞ്ഞു ഫിറ്റായി എന്ന്. എനിക്ക് മാതാവ് തന്നത്, അല്ലാതെ എൻ്റെ കൃപയാൽ എൻ്റെ മെറിറ്റിലല്ല എനിക്ക് ആ മെഡിക്കൽ ഫിറ്റായത്. കാരണം ഞാൻ അതുപോലെ വയ്യാതെ, വൈകുന്നേരമായപ്പോൾ ഞാൻ അത്രയും വയ്യാതായി, എൻ്റെ മുഖം മൊത്തം പാടുകൾ വന്നു, അതുപോലെ എനിക്ക് അസുഖങ്ങളായിപ്പോയി പെട്ടെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു ഇതിൽ ഞാൻ പ്രാർത്ഥിച്ച് തന്നെ ആ കാറിനകത്തിരുന്നു. അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. 11:30 അച്ഛൻ്റെ ധ്യാനം കൂടി. ഞാൻ ആ കാറിനകത്തിരുന്ന് ധ്യാനം കൂടി. എന്നിട്ടാണ് ഞാൻ റിസൾട്ട് വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ മെഡിക്കലിൽ ഞാൻ ഫിറ്റായി. അന്ന് തന്നെ സ്റ്റാമ്പിങ്ങിന് അയക്കാൻ പറഞ്ഞു പുള്ളി, ഏജൻറ്റ് സ്റ്റാമ്പിങ്ങിന് അയക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റാമ്പിങ്ങിന് അയച്ചു. ഈ ഞായറാഴ്ച 19-ാം തീയതി രാവിലെ 3 മണിക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടി. 3 മണിക്ക് അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്കിത് തന്നാൽ ഞാൻ അമ്മ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ വന്ന് പറഞ്ഞേക്കാമെന്ന്. ഒരുപാട് വിശ്വാസമുള്ള വ്യക്തിയാണ്. പക്ഷേ 1 മാസം കൊണ്ട് ഉടമ്പടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ എനിക്ക് സാധിച്ചു തന്നത്. അതിനെനിക്ക് അമ്മയോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ഭയങ്കര സങ്കടങ്ങളാണ്. ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ടാണ് അവരോടൊക്കെ നിൽക്കാറ്. പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും വിതരണം ചെയ്യും. അതിലും വലിയ എൻ്റെ ഏറ്റവും വലിയ അതായിരുന്നു, മാതാവിനെ കാണണം, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കാണാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം എന്താണ്, അന്നാണ് മാതാവ് എനിക്ക് മെഴുകുതിരിയിൽ അത്ഭുതം കാണിച്ചു തന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഓരോ ധ്യാനം എടുക്കുമ്പോഴും അച്ഛൻ പറയാറുണ്ട്, മോർണിംഗ് ഡെയിലി ബ്രെഡ് കയറുമ്പോഴും അച്ഛൻ പറയും നാളെ സർട്ടിഫിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ആ സർട്ടിഫിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഇനി എൻ്റെ കുറേ നിയോഗങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗവും ഇതായിരുന്നു. മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു. ഞാനിവിടെ വന്നു, ഇനി പുറത്തോട്ട് പോവുകയാണ്. ഇനി 1 വർഷം കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റുള്ളൂ. അതുവരെയും ഞാൻ മാതാവിൻ്റെ കൂടെ തന്നെ ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. ഇത്രയും നല്ലൊരു നന്ദി തന്നതിന് ഞാൻ ആദ്യം തന്നെ മാതാവിനോട് നന്ദി പറയുവാണ്. ഞാൻ കുവൈറ്റിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്ന ജോലിയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി തന്നെയാണ് എനിക്ക് അവിടെയും കിട്ടിയത്. പത്രം ഞാൻ പോകുന്ന വഴികളിൽ പത്രങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു. ചില കടകളിലൊക്കെ കയറുമ്പോൾ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു പ്രാർത്ഥന, ഒരു ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്ത് പോയി പ്രേക്ഷപ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നോട് പറയുന്നവരോടൊന്നും ഞാൻ അവരെ കൈവിടില്ല, എല്ലാ സഹായങ്ങളും ചെയ്യും. പിന്നെ ഈ കുഞ്ഞുങ്ങൾ വയ്യാന്നൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ പൈസ അയച്ചു ഞാനിങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടി എൻ്റെ കുടുംബത്തെ റെഡിയാക്കുന്നതിനൊപ്പം തന്നെ എനിക്കൊരു കുഞ്ഞിനെ പഠിപ്പിക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. മാതാവ് അനുഗ്രഹിച്ച ഞാനൊരു കുഞ്ഞിനെ അതിന് വേണ്ട ചിലവുകൾ നോക്കി പഠിപ്പിക്കും. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിലും ധ്യാനം കൂടും. ഡെയിലി ബ്രെഡ് മുടങ്ങത്തേയില്ല. വൈകുന്നേരത്തെ അച്ഛൻ്റെ പ്രയർ സായാഹ്ന പ്രാർത്ഥന ഞാൻ കൂടും. അതുപോലെ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ പുറത്ത് കുറേ കുരുക്കൾ വന്നിട്ട് ഇങ്ങനെ ആഗ്നെ പോലെ മാറാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഡോക്ടറെ ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദ, ഹോമിയോ ഒക്കെ കഴിച്ചു, മാറുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും അത് പുറത്ത് തേക്കുമായിരുന്നു. എൻ്റെ ആ പുറത്തെ പാടുകളും കുരുക്കളും എല്ലാം മാറി. ഒരു മരുന്നും ഇല്ലാതെ 3-4 ദിവസം കൊണ്ട് എൻ്റെ ആ പുറത്തെ ചൊറിച്ചിലും ആ കുരുക്കളും പാടുകളും എല്ലാം മാറി. ഒരുപാട് ഡോക്ടറുകളെ കണ്ടു, ഒരുപാട് കാശ് ഞാൻ ചിലവാക്കിയതാണ്. പക്ഷേ എൻ്റെ എല്ലാം ആ ഉടമ്പടി തൈലം തേച്ച് ഞാൻ ഡെയിലി പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. എല്ലാം തന്നെ ഈശോയ്ക്കും തിരുകുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഇനി അങ്ങോട്ടും ഉടമ്പടിയിലൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. ഇനി അങ്ങോട്ടുള്ള ജീവിതവും അമ്മ മാതാവിനും കൂടെ ഒപ്പമായിരിക്കും. വാക്കുകൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല,
നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. മാനുഷിക ശക്തി പലപ്പോഴും പരിമിതമാണ്. എന്നാൽ ഉടമ്പടിയിൽ പരിമിതമായ മാനുഷിക ശക്തിയേക്കാളും നമ്മെ ഉയർത്തുന്നത് ആ ദൈവശക്തിയാണ്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ നിബന്ധനകൾ പാലിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കൊരു പുതിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പുതിയ ജീവിതം, ആത്മീയതയിലേക്കുള്ള ഒരു ജീവിതം. ജീവിതത്തിൽ നിരാശയോ രോഗമോ ക്ഷീണമോ കുടുംബ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഈ സാഹചര്യങ്ങളിലെല്ലാം പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ നിലകൊള്ളുമ്പോൾ, ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ വചനം പറയുന്നത് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. പക്ഷെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവർ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ്. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയുള്ളൊരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നന്ദന എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമൊക്കെ ഉടമ്പടിയെ പറ്റിയും കൃപാസനത്തെ പറ്റിയും ഒക്കെ കേട്ടിരുന്നെങ്കിലും പിന്നീട് സ്വന്തമായ ഒരു വിശ്വാസത്തോടെയാണ് കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെയാണ് നന്ദിനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടായിരുന്നു. വിദേശ രാജ്യത്ത് പോയി ഒരു ജോലി. അനസ്തേഷ്യൻ ടെക്നീഷ്യനായ ഈ മകള് അമ്മയോട് അതാണ് നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. 3 മാസമാണ് ഒരു ഉടമ്പടി. ആദ്യത്തെ മാസം തന്നെ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത ഉടനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഈ മകൾക്ക് ഈ ജോലി ലഭിച്ചത്. കാരണം ഈ മകൾ തന്നെ പറയുന്നുണ്ട്, മെഡിക്കലിന് പോയപ്പോൾ ഞാൻ ആക്ച്വലി അൺഫിറ്റാണ്. കാരണം ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയെല്ലാം നമുക്ക് മെറിറ്റ് ഇല്ലാത്തപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്കവിടെയെല്ലാം അത് ഫേസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ കാര്യത്തിലും മെഡിക്കൽ പാസ്സാകാൻ സാധിച്ചത്. അത് ഈശോയുടെ ഒരു കൃപയാലാണ്. പിന്നീട് ഓരോ കാര്യങ്ങളും വിസയും ടിക്കറ്റും എല്ലാം പെട്ടെന്ന് തന്നെയാണ് ശരിയായത്. അതും എത്രയും പെട്ടെന്നാണ് ഈ മകൾ കുവൈറ്റിന് പോകുന്നത്. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയിലാണെന്നാണ് വീണ്ടും വീണ്ടും ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥയിലൂടെയാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നത്. ഈ മകൾക്കും അതുപോലെ തന്നെയാണ്. മകൾ പറഞ്ഞത് ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനവും എല്ലാം വിശ്വാസത്തോടെ നിബന്ധനകൾ പാലിച്ച്, അതുകൊണ്ട് തന്നെ ആവാം 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ 1 മാസത്തിനുള്ളിൽ ഈ മകൾക്ക് നന്ദനയ്ക്ക് അതിനുള്ള ഒരു ആത്മീയ ആസ്തി കിട്ടിയത്, ഒരു അനുഗ്രഹം കിട്ടിയത്. ഉടമ്പടിയിൽ ചിലപ്പോൾ നമ്മൾ 3 വർഷമായിരിക്കാം ചിലവാക്കുന്നത്, പക്ഷേങ്കിൽ നിബന്ധനകൾ പാലിച്ചില്ലായിരിക്കാം. പക്ഷേ നന്ദന ഉടമ്പടിയിൽ വന്നപ്പോൾ തന്നെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഡെയിലി ബ്രെഡും ധ്യാനവും പ്രാർത്ഥനകളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആവാം എത്രയും പെട്ടെന്ന് തന്നെ ഉടമ്പടി അമ്മ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ഇന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ ശേഷം കുവൈറ്റിന് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലായിരിക്കുമ്പോൾ മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തി നമുക്ക് ഉറപ്പ് നൽകും. ഉടമ്പടിയിൽ ആ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിനിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും എല്ലാ ഈ ജോലി കിട്ടിയതും പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ സന്മനസ്സിനെല്ലാം നമുക്ക് കരങ്ങളടിച്ച്